Hi all, welcome back to Mymuzzspace. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം ഉണ്ടാക്കാറുള്ള പിടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിടി അതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ അമ്മച്ചി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പിടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും ഇവിടെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടി എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ മേരി അമ്മച്ചിയുടെ സ്പെഷ്യൽ പിടിയാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പിടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരിയാണ് ആവശ്യം. പച്ചരി ഇവിടെ അമ്മച്ചി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായി, വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായി. അതിനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ടിട്ട് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കും. അതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഇതിൻ്റെ ഈ പൊടിക്കുന്നതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ പുട്ടിനൊക്കെ പൊടിക്കില്ലേ, തരിതരി, ആ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ദെൻ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് ഒന്ന് മൂടി വെക്കുക. ഇത് രാവിലെ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം. അമ്മച്ചിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് 24-ാം തീയതി രാവിലെ, അതായത് ക്രിസ്മസ് സ്പെഷ്യലാണേ. അപ്പോൾ 24-ാം തീയതി രാവിലെയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഞങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വൈകുന്നേരമാണ് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കാൻ സമയത്ത് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പുട്ടിന് വറുക്കുന്നതിലും കുറച്ചുകൂടി വേവ് കൂട്ടിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഇത് കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ പിടി ഉണ്ടാക്കണേ. അപ്പോൾ മൊത്തം നിങ്ങൾ കുഴയ്ക്കരുത്, കുറച്ച് പൊടി മാറ്റി വെച്ചേക്കുക. അത് നമുക്ക് തിളപ്പിക്കുന്ന വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളച്ചിട്ട് അതിലേക്ക് വേണം നമ്മുടെ ഈ ഉരുളകളാക്കുന്ന ബോളുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതേ നമ്മൾ പിടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെളുത്തുള്ളിയും ജീരകവും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ, അതിലും കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള രീതിയിൽ ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കണം. കൈ പൊള്ളിക്കരുത്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കുഴച്ച് ആ ഒരു നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ളൊരു ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കുഞ്ഞിതായിട്ട് ഉരുട്ടി എടുക്കുക. ഈ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുമെങ്കിലും എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇനി നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതേ ഉരുട്ടാൻ തുടങ്ങി. അമ്മച്ചിയാണ് ആദ്യം ചെയ്തത്. അപ്പം എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറച്ച് ഉരുട്ടിയെടുത്തു. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതേ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ ഇടുന്ന ബോളുകൾ, അതായത് ഈ ഉരുളകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് വെള്ളം വേണ്ടത്. കറക്റ്റ് ആ ഒരു ലെവലിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് പാകം നോക്കിയിട്ട് വേണം നമുക്കിടാൻ. വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എനിക്ക് ഇച്ചിരി നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ലൂസ് ടൈപ്പായിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് തന്നെ ആണ് ഈ ഒരു രീതിയിൽ വെള്ളം വെക്കുന്നത്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇപ്പോൾ ബീഫിൻ്റെയോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒക്കെ ചാറ് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം.
ഇത് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടുന്നതാണ്. സിമ്മിലിട്ട് വേണം വേവിക്കാൻ. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ സിമ്മിലിട്ട് വേവിക്കുക. കാരണം ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ. ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഓൾറെഡി കുഴച്ചിരിക്കുന്നത്. എന്നാലും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. മൂടി വെച്ച് ഒരു 20 മിനിറ്റ് മതിയാവും. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ആയി കിട്ടും. അപ്പോൾ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ പിടിയുടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.